നമസ്കാരം, KAS മെൻറ്ററിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് മുതൽ ഒരു പുതിയ സീരീസ് ആരംഭിക്കുകയാണ്. അത് പ്യൂർലി കറണ്ട് അഫയേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പുതിയ സീരീസ് ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മളിതിൽ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഈ അടുത്ത് വരുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാമിന് ആവശ്യമുള്ള കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു സെക്ഷനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സെഷൻ എടുക്കുന്നത് PSC ബുള്ളറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ PSC ബുള്ളറ്റിനിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സിനെ പഠിക്കുക അല്ലെങ്കിൽ അതിനെ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് പല സെഷൻസായിട്ടാണ് നമ്മൾ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ക്ലാസ്സാണ് ഇന്ന് KS മെൻറ്റർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് 2021 ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലെ നാഷണൽ സെക്ഷനിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില കറണ്ട് അഫയേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള സെഷനുകൾ ഇതിന് പിന്നാലെ ഉണ്ടാകും. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്ന സെഷൻ എന്ന് പറയുന്നത് നാഷണൽ ന്യൂസാണ്. ഇനി നമ്മൾ ഈ ഒരു കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് നമ്മൾ ഒരു റിവേഴ്സ് ഓർഡറിലായിരിക്കും വരുന്നത്. അതായത് 2021 തുടങ്ങി നമ്മൾ 2020 എത്തുന്ന രീതിയിലായിരിക്കും നമ്മൾ ഈ ഒരു ക്ലാസ് കണ്ടക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചില നാഷണൽ ന്യൂസുകളാണ് നമ്മൾ PSCക്ക് ചോദിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ നമ്മൾ കൃത്യമായും ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട നാഷണൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിലെ ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു കറണ്ട് അഫെയർ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ കമ്മീഷനെ കുറിച്ചാണ്. അതായത് സെൻട്രൽ ഗവൺമെൻറ് സ്ത്രീകളുടെ വിവാഹപ്രായം പുനഃപരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പെർട്ടിക്കുലർ കമ്മീഷനെ നിയോഗിച്ചിരുന്നു. അപ്പോൾ ആ കമ്മീഷൻ ഈ അടുത്ത് അവരുടെ റിപ്പോർട്ട് ഗവൺമെൻറ്റിന് സമർപ്പിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വാർത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറിയത്. അപ്പോൾ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം, ഈ ഒരു പെർട്ടിക്കുലർ കമ്മീഷൻ, അതായത് സ്ത്രീകളുടെ വിവാഹപ്രായം പുനഃപരിശോധിക്കാൻ വേണ്ടി ഗവൺമെൻറ് നിയോഗിച്ച ഈ ഒരു കമ്മീഷൻ്റെ പേരെന്താണ്, അല്ലെങ്കിൽ ഈ കമ്മീഷൻ്റെ അധ്യക്ഷ ആരായിരുന്നു എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ഈ കമ്മീഷൻ്റെ അധ്യക്ഷ എന്ന് പറയുന്നത് ജയ ജെയ്റ്റ്ലിയാണ്. ഈ കമ്മീഷൻ്റെ പേരെന്ന് പറയുന്നത് ജയ ജെയ്റ്റ്ലി കമ്മീഷൻ എന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ഒരു അജണ്ട എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് സ്ത്രീകളുടെ വിവാഹപ്രായം പുനഃപരിശോധിക്കുക എന്നുള്ളതായിരുന്നു. ഇനി അത് മാത്രമായിരുന്നില്ല ഈ ഒരു കമ്മീഷൻ്റെ ലക്ഷ്യം. അതുപോലെ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, മറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ്, സെക്സ് റേഷ്യോ അറ്റ് ബർത്ത്, ചൈൽഡ് സെക്സ് റേഷ്യോ, ഇതൊക്കെ പരിശോധിക്കുക ഈ ഒരു കമ്മീഷൻ്റെ അജണ്ടയായിരുന്നു. ഓക്കെ, ആൻഡ് ഇതൊരു 10 മെമ്പർ കമ്മീഷനായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ട് നമുക്ക് ജയ ജെയ്റ്റ്ലി കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, നമ്മുടെ എക്സാം പെർസ്പെക്റ്റീവിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി രണ്ടെന്ന് പറയുന്നത്, വളരെ അടുത്ത് നമ്മുടെ ഉത്തരാഖണ്ഡിൽ കനത്ത മഞ്ഞുവീഴ്ചയെ തുടർന്ന് ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്റ്റ് തകരുകയുണ്ടായി. അപ്പോൾ ആ പവർ പ്രോജക്റ്റിൻ്റെ പേരെന്താണ് എന്ന് ചോദിക്കാൻ വളരെ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. ഓക്കെ, അല്ലെങ്കിൽ ഇനി ഏത് സംസ്ഥാനത്താണ് ഈ ഒരു മഞ്ഞുവീഴ്ചയെ തുടർന്ന് ഈ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്റ്റ് തകർന്നതെന്ന് ചോദിക്കാം. അതല്ലെങ്കിൽ ഈ ഒരു പവർ പ്രോജക്റ്റിൻ്റെ പേരെന്താണെന്ന് ചോദിക്കാം. അപ്പോൾ കൃത്യമായിട്ട് ഓർത്തിരിക്കേണ്ടത് ഋഷിഗംഗ എന്ന് പറയുന്ന ഈ ഒരു പവർ പ്രോജക്റ്റിൻ്റെ പേര്, അതുപോലെ ഇത് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് ഓർത്തിരിക്കാം. ഇനി നമ്മൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്റ്റിനെ പറ്റി പറഞ്ഞപ്പോൾ അതിനെപ്പറ്റി അറിഞ്ഞിരിക്കേണ്ട 2-3 ബേസിക് ഫാക്ട്സ് കൂടെ നമ്മൾ ഈ ഒരു ക്ലാസ്സിനൊപ്പം പറഞ്ഞു പോവുകയാണ്. അതായത് ലാർജസ്റ്റ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്റ്റ് ഇൻ ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്റ്റ് ഏതാണ്? അത് മഹാരാഷ്ട്രയിലെ കൊയ്നയിലുള്ള ഒരു പവർ പ്രോജക്റ്റാണ്. അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 1960 മെഗാവാട്ടാണ് അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതുപോലെ ഫസ്റ്റ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ഇൻ ഇന്ത്യയിലെ ആദ്യത്തെ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്റ്റ് എവിടെയാണ് നിലവിൽ വന്നത്? ഓക്കെ, അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ പ്രോജക്റ്റിൻ്റെ പേര് നമുക്ക് അവൈലബിൾ അല്ല. പക്ഷേ ഈ ഒരു പവർ പ്രോജക്റ്റ് ഉണ്ടായിരുന്നത് കർണാടകയിലായിരുന്നു ഇത് ഉണ്ടായിരുന്നത്. ഇനി അവിടെ എവിടെയാണ്? അത് കാവേരി നദിയിലുള്ള ശിവസമുദ്രം ഫോൾസിലായിരുന്നു ഈ ഒരു പെർട്ടിക്കുലർ ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്റ്റ് എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റ് നിലവിൽ വന്നത്. ഓക്കെ, ഇനി ലാർജസ്റ്റ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ഇൻ ദ വേൾഡ്, ലോകത്തിലെ ഏറ്റവും വലിയ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് എന്ന് പറയുന്നത് ത്രീ ഗോർജസ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്റ്റ്. ഇനി എവിടെയാണത് എന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് അത് ചൈനയിലാണ് ഈ ഒരു ത്രീ ഗോർജസ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇന്ത്യയിലെ കാര്യം എടുക്കുമ്പോൾ നമ്മൾ പവർ പ്ലാന്റുകളെ 2 മിനിസ്ട്രികളുടെ കീഴിലായിട്ടാണ് അസൈൻ ചെയ്തിരിക്കുന്നത്. അത് എന്താണ് അതിൻ്റെ കാറ്റഗറി, എന്താണ് അതിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, 25 മെഗാവാട്ട് വരെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉള്ള പവർ പ്രോജക്റ്റുകളെ നമ്മൾ മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി
മിനിസ്ട്രിയുടെ കീഴിലും അതുപോലെ 25 മെഗാവാട്ടിന് മുകളിൽ കപ്പാസിറ്റിയുള്ള പവർ പ്രോജക്റ്റുകൾ നമ്മൾ മിനിസ്ട്രി ഓഫ് പവറിൻ്റെ കീഴിലുമാണ് അസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ വാർത്ത എന്ന് പറയുന്നത് ഇന്ത്യയിലെ ലോങ്ങസ്റ്റ് ആയിട്ടുള്ള സ്റ്റീൽ ആർച്ച് ബ്രിഡ്ജ് വഹ്റു ബ്രിഡ്ജ് എന്ന് പറയുന്ന ഈ ഒരു ലോങ്ങസ്റ്റ് സ്റ്റീൽ ആർച്ച് ബ്രിഡ്ജ് ഏത് സംസ്ഥാനത്താണ് ഇനാഗുറേറ്റ് ചെയ്തിരിക്കുന്നത്? ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വഹ്റു എന്ന് പറയുന്നത് ഇന്ത്യയിലെ ലോങ്ങസ്റ്റ് ആയിട്ടുള്ള സ്റ്റീൽ ആർച്ച് ബ്രിഡ്ജാണ്. ഈ ആർച്ച് ബ്രിഡ്ജ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഓക്കെ, അതിൻ്റെ ഉത്തരം മേഘാലയ എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇതാർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്? മേഘാലയയുടെ ഫോർമർ CM ആയിരുന്ന ഡോക്ടർ ഡോങ്കുപാ റോയിയുടെ പേരിലാണ് ഈ ഒരു പെർട്ടിക്കുലർ ഈ ലോങ്ങസ്റ്റ് സ്റ്റീൽ ആർച്ച് ബ്രിഡ്ജ് അല്ലെങ്കിൽ വഹ്റു ബ്രിഡ്ജ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ആർച്ച് ബ്രിഡ്ജുകളെ പറ്റി പറഞ്ഞു. അപ്പോൾ ബ്രിഡ്ജിനെ സംബന്ധിച്ചുള്ള ചില പ്രധാനപ്പെട്ട ബേസിക് ഫാക്ട്സ് നമ്മൾ ഇതിൻ്റെ കൂടെ ചർച്ച ചെയ്യുമ്പോൾ ആദ്യത്തെ എന്ന് പറയുന്നത് ലോങ്ങസ്റ്റ് ബ്രിഡ്ജ് ഇൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ പാലം ഏതാണ്? ഓക്കെ, അതിൻ്റെ ഉത്തരം ഭൂപൻ ഹസാരിക സേതു അല്ലെങ്കിൽ ധോല സാദിയ ബ്രിഡ്ജ് എന്ന് പറയുന്ന ബ്രിഡ്ജാണ് ഇന്ത്യയിലെ ലോങ്ങസ്റ്റ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് രണ്ട് പേരുണ്ട്, ഭൂപൻ ഹസാരിക സേതു അല്ലെങ്കിൽ ധോല സാദിയ ബ്രിഡ്ജ്. ഈ രണ്ട് ബ്രിഡ്ജും ഒന്ന് തന്നെയാണ്, രണ്ട് പേരിൽ വിളിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി ഈ ഒരു ഭൂപൻ ഹസാരിക സേതു അല്ലെങ്കിൽ ധോല സാദിയ ബ്രിഡ്ജ് എവിടെയാണ്, ഏത് നദിയെയാണ് പ്രധാനമായിട്ടും ക്രോസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് നദിയിലാണ് ഇത് പ്രധാനമായിട്ടും ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ലോഹിത് നദിയാണ്. ലോഹിത് നദി എന്ന് പറയുന്നത് ബ്രഹ്മപുത്ര നദിയുടെ ഒരു ട്രിബ്യൂട്ടറിയാണ് ഈ ലോഹിത് റിവർ എന്ന് പറയുന്നത്. ഇനി ഈ ഭൂപൻ ഹസാരിക അല്ലെങ്കിൽ ധോല സാദിയ ബ്രിഡ്ജ് ഏതൊക്കെ സംസ്ഥാനങ്ങളെയാണ് കണക്ട് ചെയ്യുന്നത്? ഓക്കെ, ആസാമിനെയും അരുണാചൽ പ്രദേശിനെയാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ധോല സാദിയ ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത് ആസാമിലാണ്. ആസാമിനെയും അരുണാചൽ പ്രദേശിനെയും കൂടെ കണക്ട് ചെയ്യുന്ന പാലമാണ് ഈ ഭൂപൻ ഹസാരിക സേതു അല്ലെങ്കിൽ ധോല സാദിയ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ, 9150 മീറ്റർ എന്ന് പറയുമ്പോൾ ഏതാണ്ട് 9.5 കിലോമീറ്റർ നീളമാണ് ഈ ഒരു ഭൂപൻ ഹസാരിക ബ്രിഡ്ജ് അല്ലെങ്കിൽ ധോല സാദിയ ബ്രിഡ്ജിന് ഉള്ളത്. ഓക്കെ, ഇനി ഇന്ത്യയിലെ ലോങ്ങസ്റ്റ് റെയിൽ കം റോഡ് ബ്രിഡ്ജ് ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ബൊഗിബീൽ ബ്രിഡ്ജാണ്. ഈ ബ്രിഡ്ജും സ്ഥിതി ചെയ്യുന്നത് ആസാമിലാണ്. ഇനി ഈ ബൊഗിബീൽ ബ്രിഡ്ജ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഏത് നദിയിലാണ് നിലകൊള്ളുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ബ്രഹ്മപുത്ര റിവറാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചു. ഒന്ന്, ലോങ്ങസ്റ്റ് ആയിട്ടുള്ള സ്റ്റീൽ ആർച്ച് ബ്രിഡ്ജ് എന്ന് പറയുന്ന അല്ലെങ്കിൽ വഹ്റു ബ്രിഡ്ജ് എന്ന് പറയുന്ന ബ്രിഡ്ജ് മേഘാലയയിലാണ് ലോഞ്ച് ചെയ്തത് അല്ലെങ്കിൽ ഇനാഗുറേറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഡോക്ടർ ഡോങ്കുപാ റോയിയുടെ പേരിലാണ്. അദ്ദേഹം ഫോർമർ മേഘാലയ CM ആയിരുന്നു. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ബ്രിഡ്ജ് എന്ന് പറയുന്ന ഭൂപൻ ഹസാരിക സേതു അല്ലെങ്കിൽ ധോല സാദിയ ബ്രിഡ്ജ് ആസാമിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത് ലോഹിത് നദിയിലാണ്. ബ്രഹ്മപുത്രയുടെ ഒരു ട്രിബ്യൂട്ടറിയാണ് ലോഹിത് നദി എന്ന് പറയുന്നത്. അതുപോലെ ലോങ്ങസ്റ്റ് ആയിട്ടുള്ള റെയിൽ കം റോഡ് ബ്രിഡ്ജ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ബൊഗിബീൽ ബ്രിഡ്ജാണ്. ആസാമിലാണ് ഈ ഒരു ബൊഗിബീൽ ബ്രിഡ്ജും സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ ഈ ബൊഗിബീൽ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ബ്രഹ്മപുത്ര നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ഒരു കറണ്ട് അഫെയർ എന്ന് പറയുന്നത്, നിങ്ങൾ സമഗ്ര ശിക്ഷ അഭിയാൻ എന്ന് പറയുന്ന പദ്ധതിയെ പറ്റി കേട്ടിട്ടുണ്ടാവും. സമഗ്ര ശിക്ഷ അഭിയാൻ. അപ്പോൾ ഈ സമഗ്ര ശിക്ഷ അഭിയാൻ്റെ കീഴിലുള്ള സ്കൂളുകളെയും അല്ലെങ്കിൽ അതിൻ്റെ ഹോസ്റ്റൽസിനെയും ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട പേഴ്സണാലിറ്റിയുടെ പേരിൽ റീനെയിം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ ഈ പ്രധാനപ്പെട്ട വ്യക്തി ആരാണ് എന്നുള്ളൊരു ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ആ വ്യക്തി എന്ന് പറയുന്നത് സുഭാഷ് ചന്ദ്രബോസാണ്. ഓക്കെ, സമഗ്ര ശിക്ഷ അഭിയാൻ്റെ കീഴിലുള്ള സ്കൂളുകളെയും ഹോസ്റ്റലുകളെയും സുഭാഷ് ചന്ദ്രബോസിൻ്റെ പേരിൽ റീനെയിം ചെയ്യാൻ വേണ്ടി സെൻട്രൽ ഗവൺമെൻറ് തീരുമാനിച്ചു. ഇതാണ് പെർട്ടിക്കുലർ ന്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. കാരണം സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റി ആയതുകൊണ്ട് ഈ ഒരു ചോദ്യം അല്ലെങ്കിൽ ഈ ഒരു കറണ്ട് അഫെയർ എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ സംസാരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സ്കീം എന്ന് പറയുന്നത് സമഗ്ര ശിക്ഷ അഭിയാനാണ്. ഓക്കെ, അപ്പോൾ സമഗ്ര ശിക്ഷ അഭിയാൻ എന്ന് പറയുന്ന സ്കീം 24 മെയ് 2018 ലോഞ്ച് ചെയ്യുന്നത്. ഓക്കെ, 24 മെയ് 2018. അപ്പോൾ എന്താണ് ഈ സ്കീം? മെയിൻലി എന്താണ്, നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, നമുക്ക് എഡ്യൂക്കേഷൻ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്കീമാണ് സമഗ്ര ശിക്ഷ അഭിയാൻ എന്ന് പറയുന്നത്. ഓക്കെ, 1 മുതൽ 12 വരെ ക്ലാസ്സുകളിലെ ആ ഒരു സ്കൂൾ എഡ്യൂക്കേഷൻ്റെ ടൈം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു സ്കൂൾ എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ബേസിക്കലി ഈ സമഗ്ര ശിക്ഷ അഭിയാൻ എന്ന് പറയുന്ന സ്കീം കൊണ്ട് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ ഒരു സമഗ്ര ശിക്ഷ അഭിയാൻ എന്ന് പറയുന്ന സ്കീം കൊണ്ടുവന്നത് 3 പ്രധാനപ്പെട്ട സ്കീമുകളെ മെർജ് ചെയ്തുകൊണ്ടാണ്. ഇനി ഏതൊക്കെയായിരുന്നു ആ സ്കീം എന്ന് പറയുന്നത്? അതിലെ ഒന്നാമത്തെ സ്കീം എന്ന് പറയുന്നത് നമുക്ക് വളരെ പരിചയമുള്ളൊരു സ്കീമാണ്. അതിൻ്റെ പേരെന്ന് പറയുന്നത് സർവ്വശിക്ഷ അഭിയാൻ, അല്ലെങ്കിൽ നമ്മൾ SSI എന്ന് പറയുന്ന സ്കീം
രണ്ടാമത്തേത് പറയുന്നത് രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ അല്ലെങ്കിൽ RMSA എന്ന് പറയുന്ന സ്കീം. അതുപോലെ മൂന്നാമത് ടീച്ചർ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ TE എന്ന് പറയുന്ന സ്കീം. അപ്പോൾ ഈ 3 സ്കീമുകളെ മെർജ് ചെയ്തുകൊണ്ടാണ് സമഗ്ര ശിക്ഷാ അഭിയാൻ എന്ന് പറയുന്ന പുതിയൊരു സ്കീം 2018 മെയ് 24-ന് സെൻട്രൽ ഗവൺമെൻറ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഒരു സമഗ്ര ശിക്ഷാ അഭിയാൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്, അതായത് നമുക്കറിയാം എത്ര സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോളുണ്ട്, 17 സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ഉണ്ട്, അതുപോലെ 169 ടാർഗറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സമഗ്ര ശിക്ഷാ അഭിയാൻ എന്ന് പറയുന്നത് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസുമായിട്ട് കൂടെ ലിങ്ക് ചെയ്തുകൊണ്ടാണ് ഗവൺമെൻറ് അതിനെ ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമഗ്ര ശിക്ഷാ അഭിയാൻ സ്കീം പ്രധാനമായിട്ടും അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന 2 സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്ന് പറയുന്നത് SDG 4.1-ഉം SDG 4.5 ആണ്. ഇനി എന്താണ് SDG 4.1 എന്ന് പറയുന്നത്? ഫ്രീ ഇക്വിറ്റബിൾ പ്രൈമറി ആൻഡ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ടു ഓൾ ബോയ്സ് ആൻഡ് ഗേൾസ്. ഇതാണ് SDG 4.1 എന്ന് പറയുന്നത്. ഇക്വിറ്റബിൾ, ഫ്രീ ഇക്വിറ്റബിൾ പ്രൈമറി ആൻഡ് സെക്കൻഡറി എഡ്യൂക്കേഷൻ, എല്ലാ ബോയ്സിനും ഗേൾസിനും ഫ്രീ ഇക്വിറ്റബിൾ പ്രൈമറി ആൻഡ് സെക്കൻഡറി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് SDG 4.1 എന്ന് പറയുന്നത്. ഇനി എന്താണ് SDG 4.5 എന്ന് പറയുന്നത്? എലിമിനേറ്റ് ജെൻഡർ ഡിസ്പാരിറ്റീസ് ഇൻ എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ സെക്ടറിലുള്ള ജെൻഡർ ഡിസ്പാരിറ്റീസിനെ എലിമിനേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻഷുർ ഈക്വൽ ആക്സസ് ടു ഓൾ ലെവൽസ് ഓഫ് എഡ്യൂക്കേഷൻ. എല്ലാ ലെവൽസ് ഓഫ് എഡ്യൂക്കേഷനിലും എന്താണ് ഈക്വൽ ആക്സസ്, എല്ലാവർക്കും ഈക്വൽ ആക്സസ് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് SDG 4.5 എന്ന് പറയുന്നത്. അടുത്ത പ്രധാനപ്പെട്ട ഒരു കറണ്ട് അഫെയർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ലോങ്ങസ്റ്റ് ഫ്രൈറ്റ് ട്രെയിൻ, അതിൻ്റെ ഓപ്പറേഷൻസ് റീസെൻ്റ്ലി ആരംഭിച്ചു. ആ ഒരു ട്രെയിനിൻ്റെ പേരെന്താണ് എന്നുള്ള ചോദ്യമാണ്. ആ ട്രെയിനിൻ്റെ പേരെന്ന് പറയുന്നത് വാസുകി എന്നാണ്. ഇനി ഫ്രൈറ്റ് ട്രെയിൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഗുഡ്സ് ട്രെയിൻ എന്നുള്ളൊരു രീതിയിലാണ്. അപ്പോൾ ചരക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന തീവണ്ടിയാണ് ഈ ഒരു ഫ്രൈറ്റ് ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ലോങ്ങസ്റ്റ് ഫ്രൈറ്റ് ട്രെയിൻ അതിൻ്റെ ഓപ്പറേഷൻസ് കമൻസ് ചെയ്തു. അപ്പോൾ ആ ഒരു ട്രെയിനിൻ്റെ പേരെന്ന് പറയുന്നത് വാസുകി എന്നാണ്. ഓക്കെ, ഈ ഒരു വാസുകി എന്ന് പറയുന്ന ട്രെയിനിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 3.5 കിലോമീറ്റേഴ്സ് ആണ്. ആൻഡ് ഇത് ഏത് റെയിൽവേ സെക്ടറാണ് ഈ ഒരു ട്രെയിൻ ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ അല്ലെങ്കിൽ SECR ആണ് ഈ ഒരു വാസുകി എന്ന് പറയുന്ന ട്രെയിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇനി ഇത് ഏതൊക്കെ സ്ഥലങ്ങൾ തമ്മിലാണ് ഓപ്പറേറ്റ് ചെയ്തത് അല്ലെങ്കിൽ ഏത് സ്ഥലത്തിനിടയ്ക്കാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഭിലായ് ആൻഡ് കോർബ. അപ്പോൾ ഭിലായ്ക്കും കോർബയ്ക്കും ഇടയിലുള്ള 224 കിലോമീറ്റർ ദൂരമാണ് ഈ ഒരു ഫ്രൈറ്റ് ട്രെയിൻ അതിൻ്റെ ഓപ്പറേഷൻസ് കറൻ്റ്ലി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ റെയിൽവേയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട റെയിൽവേയുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില ഫാക്ട്സ് എന്ന് പറയുന്നത് ലോങ്ങസ്റ്റ് റെയിൽവേ റൂട്ട് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും വലിയ റെയിൽവേ റൂട്ട് ഏതാണ്? അത് ദിബ്രുഗർ, ആസാമിലെ ദിബ്രുഗർ മുതൽ തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെയുള്ള 4286 കിലോമീറ്റർ നീളമുള്ള ഈ ഒരു റെയിൽ റൂട്ടാണ് ഇന്ത്യയിലെ ലോങ്ങസ്റ്റ് റെയിൽ റൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആസാമിലെ ദിബ്രുഗർ മുതൽ തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെയുള്ള 4286 കിലോമീറ്ററാണ് ഇന്ത്യയിലെ ലോങ്ങസ്റ്റ് റെയിൽ റൂട്ട് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു പെർട്ടിക്കുലർ റൂട്ടിൽ, ഇന്ത്യയിലെ ലോങ്ങസ്റ്റ് റെയിൽവേ റൂട്ടിൽ സർവീസ് നടത്തുന്ന ട്രെയിൻ ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവെന്ന് പറയുന്നത് വിവേക് എക്സ്പ്രസ് ആണ്. ഇനി വിവേക് എക്സ്പ്രസ് എന്ന് പറയുന്നത് സ്വാമി വിവേകാനന്ദൻ്റെ 150ാമത് ബർത്ത് ആനിവേഴ്സറിയോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ റെയിൽവേ മിനിസ്ട്രി പുറത്തിറക്കിയ ട്രെയിനാണ് വിവേക് എക്സ്പ്രസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഫാദർ ഓഫ് ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്ന ആ ഒരു ചോദ്യം എനിക്കൊന്ന് എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണ്. പക്ഷേ റെയിൽവേയായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു ഫാക്റ്റാണ് ഫാദർ ഓഫ് ഇന്ത്യൻ റെയിൽവേ ലോർഡ് ഡെൽഹൌസി. എനിക്കൊന്ന് ആ ഒരു ഫാക്റ്റ് എല്ലാവർക്കും അറിയുന്ന ഫാക്റ്റാണ്. സ്റ്റിൽ നമ്മൾ റെയിൽവേയുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു ഫാക്റ്റാണ് ഈ ഒരു ഫാദർ ഓഫ് ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത്. അടുത്ത പ്രധാനപ്പെട്ട ഒരു കറണ്ട് അഫെയർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഫസ്റ്റ് അണ്ടർ സീ ടണൽ എവിടെയാണ് നിർമ്മിക്കാൻ വേണ്ടി പോകുന്നത്? ഓക്കെ, മുംബൈയിലാണ് ആ ഒരു ടണൽ നിർമ്മിക്കാൻ വേണ്ടി പോകുന്നത്. 2023 ഈ ഒരു ടണൽ ഇത് കംപ്ലീറ്റ് ആകുമെന്ന് നമ്മൾ വിചാരിക്കുന്നത്. ഈ ഒരു ടണൽ എന്ന് പറയുന്നത് മുംബൈ കോസ്റ്റൽ റോഡ് പ്രോജക്റ്റ്, അതായത് ആ ഒരു പെർട്ടിക്കുലർ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ടണലാണിത്. ഈ ഒരു ടോട്ടൽ പ്രോജക്റ്റിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 10.58 കിലോമീറ്ററാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പാർട്ട്, ഏതാണ്ട് 1 കിലോമീറ്ററോളം നീളമുള്ള ഒരു ചെറിയ പാർട്ടാണ് ഈ ഒരു അണ്ടർ സീ ടണൽ എന്ന് പറയുന്നത്. പക്ഷേ ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ സീ ടണൽ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് അണ്ടർ സീ ടണൽ നിലവിൽ വരാൻ പോകുന്നത് മുംബൈയിലാണ്. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഫാക്റ്റ് എന്ന് പറയുന്നത് ലോങ്ങസ്റ്റ് അണ്ടർ സീ ടണൽ ഇൻ ദ വേൾഡ്.
ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ അണ്ടർ സീ ടണൽ എവിടെയാണ്, അല്ലെങ്കിൽ ഏത് രാജ്യത്താണ്, അല്ലെങ്കിൽ ആ ഒരു ടണലിൻ്റെ പേരെന്താണ്? ആ ടണലിൻ്റെ പേരെന്ന് പറയുന്നത് സെയ്ക്കൻ ടണലാണ്. SEIKAN, സെയ്ക്കൻ ടണലാണ്. ആ ടണൽ സ്ഥിതി ചെയ്യുന്നത് ജപ്പാനിലാണ്. അപ്പോൾ ഈ ഒരു സെയ്ക്കൻ ടണലാണ് ലോങ്ങസ്റ്റ് അണ്ടർ സീ ടണൽ ഇൻ ദ വേൾഡ് ആയിട്ട് അറിയപ്പെടുന്നത്. അതുപോലെ ലോകത്ത് ഏറ്റവും കൂടുതൽ ടണൽസ് ഉള്ള രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ചൈനയാണ്. ചൈനയിൽ ഏതാണ്ട് 16,229 ടണൽസ് ആണ് ഉള്ളത്. അതുപോലെ വേൾഡ്സ് ലാർജസ്റ്റ് ഹൈവേ ടണൽ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ബിക്കോസ് ആ ഒരു ടണൽ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ രാജ്യത്താണ്. അപ്പോൾ വേൾഡ്സ് ലാർജസ്റ്റ് ഹൈവേ ടണൽ ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് അടൽ ടണലാണ്. അടൽ ടണൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഹിമാചൽ പ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏതാണ്ട് 9 കിലോമീറ്റർ നീളമുള്ള ഒരു ടണലാണ്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടാണ് ഈ ഒരു അടൽ ടണൽ ഇനാഗുറേറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ വേൾഡ്സ് ലാർജസ്റ്റ് ഹൈവേ ടണലാണ് അടൽ ടണൽ എന്ന് പറയുന്നത്. ഹിമാചൽ പ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ഒരു കറണ്ട് അഫെയർ എന്ന് പറയുന്നത് 11ാമത് വേൾഡ് പെട്രോകോൾ കോൺഗ്രസ് 2021 എവിടെ വെച്ചാണ് കണ്ടക്ട് ചെയ്തത്? ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് ഈ വേൾഡ് പെട്രോകോൾ കോൺഗ്രസ് 2021 കണ്ടക്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു പെട്രോളിയം അല്ലെങ്കിൽ എനർജി എന്ന് പറയുന്ന സെക്ടറിലേക്ക് വരുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇന്ത്യയിലെ പുതിയ പെട്രോളിയം മിനിസ്റ്ററുടെ പേരെന്ന് പറയുന്നത് എന്താണ്? ഹർദീപ് സിംഗ് പുരിയാണ് ഇന്ത്യയുടെ പെട്രോളിയം മിനിസ്റ്റർ. അതുപോലെ ഈ പെട്രോളിയം പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യങ്ങളുടെ ഓർഗനൈസേഷൻ നമ്മൾ പറയുന്ന പേരാണ് ഒപെക്, അതായത് ഓർഗനൈസേഷൻ ഫോർ പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു പെട്രോകോൾ കോൺഗ്രസിനെ പറ്റി പറയുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില ബേസിക് ഫാക്ട്സ് ഉണ്ട്. ഒന്ന്, നമ്മുടെ ഇന്ത്യയുടെ പെട്രോളിയം മിനിസ്റ്ററുടെ പേരെന്താണ്? പെട്രോളിയം മിനിസ്റ്ററുടെ പേര് ഹർദീപ് സിംഗ് പുരി എന്നാണ്. അതുപോലെ പെട്രോളിയം പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മ നമ്മൾ പറയുന്ന പേരാണ് ഒപെക് എന്ന് പറയുന്നത്. ഒപെക്കിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ ഫോർ പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് എന്നുള്ളതാണ്. ഇനി ഒപെക്കിൻ്റെ ആസ്ഥാനം അല്ലെങ്കിൽ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഓസ്ട്രിയയിലുള്ള വിയന്നയിലാണ് ഈ ഒരു ഒപെക്കിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. പക്ഷേ അതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഫാക്റ്റ് എന്ന് പറയുന്നത് ഓസ്ട്രിയ ഒപെക്കിലെ ഒരു മെമ്പർ രാജ്യം അല്ല. ഓക്കെ, അപ്പോൾ ഓസ്ട്രിയയിലാണ് ഈ ഒപെക്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഒപെക് എന്നാണ് സ്ഥാപിക്കപ്പെടുന്നത്? 14 സെപ്റ്റംബർ 1960 ഒപെക് രൂപം കൊള്ളുന്നത്. ബാഗ്ദാദിലാണ് ആദ്യമായിട്ട് ഒപെക് ഫോം ചെയ്യുന്നത്. 1960 14 സെപ്റ്റംബറിൽ ബാഗ്ദാദിൽ വെച്ചിട്ടാണ് ഒപെക് ഫോം ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിലവിൽ ഒപെക്കിൽ 13 മെമ്പർ കൺട്രീസ് ആണുള്ളത്. ഓക്കെ, 13 മെമ്പർ കൺട്രീസ് ആണ് ഒപെക്കിലുള്ളത്. അതുപോലെ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ഡേറ്റ് വെച്ചിട്ട് ലാർജസ്റ്റ് ഓയിൽ സപ്ലയർ ടു ഇന്ത്യ, ഇന്ത്യയിലേക്കുള്ള ഏറ്റവും ലാർജസ്റ്റ് ഓയിൽ സപ്ലയർ എന്ന് പറയുന്നത് ഇറാഖാണ്. അടുത്ത കറണ്ട് അഫെയർ എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചും കേരളത്തെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂസാണ്. ഓക്കെ, ദ ഫസ്റ്റ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഇൻ ഇന്ത്യ വാസ് സെറ്റപ്പ് അറ്റ് വിച്ച് സ്റ്റേറ്റ്? ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഏത് സംസ്ഥാനത്താണ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത്? അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് കേരളമാണ്. ഈ യൂണിവേഴ്സിറ്റിയുടെ പേരെന്ന് പറയുന്നത് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഡിജിറ്റൽ സയൻസസ് ഇന്നൊവേഷൻ ആൻഡ് ടെക്നോളജി എന്നുള്ളതാണ്. ഓക്കെ, കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഡിജിറ്റൽ സയൻസസ് ഇന്നൊവേഷൻ ആൻഡ് ടെക്നോളജി എന്നുള്ളതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ പേരെന്ന് പറയുന്നത്. ഇനി ഇത് എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്? തിരുവനന്തപുരത്തെ മംഗലപുരം എന്ന് പറയുന്ന സ്ഥലത്തെ ടെക്നോ സിറ്റിയിലാണ് ഈ ഒരു കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഡിജിറ്റൽ സയൻസസ് ഇന്നൊവേഷൻ ആൻഡ് ടെക്നോളജി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. ഇനി ഇത് ആരാണ് ഇനാഗുറേറ്റ് ചെയ്തത്? ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഇനാഗുറേറ്റ് ചെയ്തിരിക്കുന്നത് കേരളത്തിൻ്റെ ഗവർണറായ ആരിഫ് മുഹമ്മദ് ഖാനാണ് ഇത് ഇനാഗുറേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ യൂണിവേഴ്സിറ്റികളെ പറ്റി സംസാരിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടതും, നിങ്ങൾ ഈ QS വേൾഡ് റാങ്കിങ് എന്ന് പറയുന്ന റാങ്കിങ്ങിനെ പറ്റി ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. അതായത് ലോകത്തെ എല്ലാ യൂണിവേഴ്സിറ്റികളെയും, പ്രധാനപ്പെട്ട എല്ലാ യൂണിവേഴ്സിറ്റികളെയും റാങ്ക് ചെയ്യുന്ന ഒരു റാങ്കിങ് സിസ്റ്റമാണ് ഈ QS വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള QS വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്ക് അനുസരിച്ച് ഇന്ത്യയിലെ ടോപ്പ് യൂണിവേഴ്സിറ്റി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് IIT ബോംബെ ആണ്. ഇനി IIT ബോംബെയുടെ റാങ്ക് എന്ന് പറയുന്നത് 177ാമത്തെ റാങ്കാണ്. ഇനി ആദ്യത്തെ ടോപ്പ് 200 യൂണിവേഴ്സിറ്റിയുടെ ലിസ്റ്റിൽ ഇന്ത്യയിൽ നിന്നുള്ള 3 യൂണിവേഴ്സിറ്റികൾ മാത്രമേ ഉൾപ്പെട്ടിട്ടുള്ളൂ. ആ യൂണിവേഴ്സിറ്റികൾ എന്ന് പറയുന്നത് IIT ബോംബെ, IIT ഡൽഹി, അതുപോലെ IISc അതായത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരു. ഈ 3 യൂണിവേഴ്സിറ്റികളാണ് ടോപ്പ് 200 ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്ന യൂണിവേഴ്സിറ്റികൾ എന്ന് പറയുന്നത്. ഇനി ഈ QS വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ 2022 QS വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ ഏറ്റവും ടോപ്പ് വന്നിരിക്കുന്ന യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് അമേരിക്കയിലുള്ള MIT അല്ലെങ്കിൽ മസാച്യുസെറ്റ്സ്
ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയാണ് ഏറ്റവും ടോപ്പിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കറണ്ട് അഫെയർ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം കേരളയാണ്. ഓക്കെ, അതിൻ്റെ പേര് ഓർത്തിരിക്കുക, കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഡിജിറ്റൽ സയൻസസ് ഇന്നൊവേഷൻ ആൻഡ് ടെക്നോളജി. അടുത്തതെന്ന് പറയുന്നത് ദ ഇന്ത്യൻ സിറ്റി സെലക്റ്റഡ് ആസ് ദ ട്രീ സിറ്റി ഓഫ് വേൾഡ് 2020 ട്രീ സിറ്റി ഓഫ് ദ വേൾഡ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ സിറ്റി ഏതാണെന്നുള്ളതാണ്. ഹൈദരാബാദാണ് ആ സിറ്റി. ഹൈദരാബാദിനെയാണ് ട്രീ സിറ്റി ഓഫ് ദ വേൾഡ് 2020 ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഇനി ഇന്ത്യയിൽ നിന്നുള്ള ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരേ ഒരു സിറ്റിയാണ് ഹൈദരാബാദ് എന്ന് പറയുന്നത്. ഓക്കെ, ഹൈദരാബാദ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരേ ഒരു സിറ്റിയാണ്. ഓക്കെ, ഇനി ഈ ഒരു ട്രീ സിറ്റി ഓഫ് ദ വേൾഡ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഏതാണ്ട് 63 രാജ്യങ്ങളിൽ നിന്നായി ടോട്ടൽ 119 സിറ്റികളെയാണ് ഈ ട്രീ സിറ്റി ഓഫ് ദ വേൾഡ് ആയിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി എന്തിനാണ് ഈ ഒരു പെർട്ടിക്കുലർ അവാർഡ് അല്ലെങ്കിൽ റെക്കഗ്നീഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്? ഓക്കെ, ഓരോ സിറ്റികളും ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഓരോ സിറ്റികളും ട്രീ പ്ലാന്റിങ് അല്ലെങ്കിൽ ട്രീ നർച്ചറിങ് അല്ലെങ്കിൽ സെലിബ്രേഷൻ ഓഫ് ട്രീസ് എന്ന് പറയുന്ന അവരുടെ എഫേർട്സിനെ അഭിനന്ദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു റെക്കഗ്നീഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത നമ്മൾ അറിയാനുള്ളൊരു പ്രധാനപ്പെട്ട ഫാക്റ്റ് എന്ന് പറയുന്നത് വനങ്ങളെ ലിവിങ് എൻറ്റൈറ്റീസ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്ന ലോകത്തിലെ രാജ്യം ഏതാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് എൽ സാൽവദോറാണ്. എൽ സാൽവദോറിലാണ് ഫോറസ്റ്റിനെ ഒരു ലിവിങ് എൻറ്റൈറ്റീസ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ലിവിങ് എൻറ്റൈറ്റീസ് ആയിട്ടാണ് ഈ ഒരു രാജ്യം വനങ്ങളെ അല്ലെങ്കിൽ മരങ്ങളെ റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എൽ സാൽവദോറിനെ പറ്റി പറയാൻ ഉള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വളരെ റീസെൻ്റായിട്ട് നടന്ന കറണ്ട് അഫെയർ ആണ്. ലോകത്തിലെ നിങ്ങൾ ബിറ്റ് കോയിൻസിനെ പറ്റി കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസികളെ പറ്റി കേട്ടിട്ടുണ്ടാവും. അങ്ങനെ ബിറ്റ് കോയിൻ ഒരു രാജ്യത്തിൻ്റെ ലീഗൽ ടെൻഡറായിട്ട് അംഗീകരിക്കുന്ന ആദ്യത്തെ രാജ്യം എന്ന് പറയുന്നത് എൽ സാൽവദോറാണ്. നമ്മളിപ്പോൾ പറഞ്ഞു വന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമുള്ള, പക്ഷേ അത് സ്റ്റിൽ കറണ്ട് അഫെയർ ആണ്. ബിറ്റ് കോയിൻ ലോകത്ത് ആദ്യമായിട്ട് ലീഗൽ ടെൻഡറായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന രാജ്യം എന്ന് പറയുന്നത് എൽ സാൽവദോറാണ്. അപ്പോൾ എൽ സാൽവദോറിൽ ഇപ്പോൾ 2 കറൻസികളാണ്, ലീഗൽ കറൻസികളാണ് ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് അവർ ഒഫീഷ്യലി യൂസ് ചെയ്തുകൊണ്ടിരുന്ന US ഡോളർ, രണ്ടെന്ന് പറയുന്നത് ബിറ്റ് കോയിൻ. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ എൻവയോൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ ഈ വളരെ അടുത്ത് അന്തരിച്ച ഒരു പ്രധാനപ്പെട്ട എൻവയോൺമെൻറ്റലിസ്റ്റാണ് സുന്ദർലാൽ ബഹുഗുണ എന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ചിപ്കോ മൂവ്മെൻറ്റിൻ്റെ ലീഡറാണ് സുന്ദർലാൽ ബഹുഗുണ എന്ന് പറയുന്നത്. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എൻവയോൺമെൻറ്റൽ മൂവ്മെൻറ്റാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ അല്ലെങ്കിൽ MBA എന്ന് പറയുന്നത്. അതിൻ്റെ ലീഡറുടെ പേരെന്ന് പറയുന്നത് മേധ പട്കറാണ്. നമ്മുടെ അയൽ രാജ്യമായ ബംഗ്ലാദേശ് വളരെ അടുത്ത് അവരുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുകയുണ്ടായി. അപ്പോൾ ഈ ഒരു ഗോൾഡൻ ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഒരു പുതിയ ട്രെയിൻ സർവീസ് ആരംഭിച്ചു. അപ്പോൾ ഈ ഒരു ട്രെയിൻ സർവീസ് ഇനാഗുറേറ്റ് ചെയ്തത് ബംഗ്ലാദേശിൻ്റെ പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്ന ഷെയ്ഖ് ഹസീനയും അതുപോലെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്ന നരേന്ദ്രമോദിയും കൂടി ചേർന്നിട്ട് വെർച്വലിയാണ് ഈ ഒരു ട്രെയിൻ സർവീസ് ഇനാഗുറേറ്റ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ട്രെയിൻ സർവീസിൻ്റെ പേര് എന്താണെന്നുള്ളത് ചോദിച്ചാൽ ആ ട്രെയിൻ സർവീസിൻ്റെ പേരെന്ന് പറയുന്നത് മിതാലി എക്സ്പ്രസ് എന്നാണ്. മിതാലി എക്സ്പ്രസ്. ഓക്കെ, ഇനി ഈ മിതാലി എക്സ്പ്രസ് ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണ് കണക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എവിടം തൊട്ട് എവിടം വരെയാണ് മിതാലി എക്സ്പ്രസ് റൺ ചെയ്യുന്നത്? ബംഗ്ലാദേശിലെ ധാക്ക മുതൽ, ധാക്ക എന്ന് പറയുന്നത് നമുക്കറിയാം ബംഗ്ലാദേശിൻ്റെ ക്യാപിറ്റൽ സിറ്റിയാണ്. അപ്പോൾ ഈ ധാക്ക മുതൽ വെസ്റ്റ് ബംഗാളിലെ ന്യൂ ജൽപൈഗുരി എന്ന് പറയുന്ന പ്ലേസ് വരെയാണ് ഈ ഒരു മിതാലി എക്സ്പ്രസ് റൺ ചെയ്യുന്നത്. ഓക്കെ, ഇനി മിതാലി എക്സ്പ്രസ് എന്ന് പറയുന്നത് ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിലേക്ക് റൺ ചെയ്യുന്ന 3ാമത്തെ ട്രെയിൻ സർവീസാണ്. അപ്പോൾ ഇതിനു മുമ്പുള്ള 2 ട്രെയിൻ സർവീസിൻ്റെ പേരുകളാണ് മൈത്രി എക്സ്പ്രസ് എന്ന് പറയുന്നത്. മൈത്രി എക്സ്പ്രസ് ബംഗ്ലാദേശിലെ ധാക്ക മുതൽ കൊൽക്കത്ത വരെയും, അതുപോലെ ബന്ധൻ എക്സ്പ്രസ് ബംഗ്ലാദേശിലെ ഖുല്ല മുതൽ കൊൽക്കത്ത വരെയുള്ള ഡിസ്റ്റൻസിലാണ്, അല്ലെങ്കിൽ ആ ഒരു ഏരിയയിലാണ് ഈ ഒരു 2 ട്രെയിനുകൾ റൺ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ട്രെയിൻ എന്ന് പറയുന്നത് മൈത്രി എക്സ്പ്രസ് ആണ്, രണ്ടാമത്തേതെന്ന് പറയുന്നത് ബന്ധൻ എക്സ്പ്രസ് ആണ്, മൂന്നാമത്തേതെന്ന് പറയുന്നത് ഇപ്പോൾ റീസെൻ്റ്ലി ലോഞ്ച് ചെയ്ത മിതാലി എക്സ്പ്രസ് ആണ്. അതുപോലെ ഈ ബംഗ്ലാദേശിൻ്റെ ഫാദർ ഓഫ് നേഷൻ എന്ന് പറയുന്ന ഒരാളാണ് ഷെയ്ഖ് മുജിബുർ റഹ്മാൻ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 100ാമത് ബർത്ത് ആനിവേഴ്സറിയോടനുബന്ധിച്ചിട്ട് ബംഗ്ലാദേശ് ഒരു മൾട്ടിനാഷണൽ മിലിറ്ററി എക്സസൈസ് ഓർഗനൈസ് ചെയ്തിരുന്നു. അപ്പോൾ അതിലേക്ക് ബംഗ്ലാദേശ് ഇന്ത്യയെ ക്ഷണിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു മൾട്ടിനാഷണൽ മിലിറ്ററി എക്സസൈസിൻ്റെ പേര് എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ പേരെന്ന് പറയുന്നത് ഷാന്തിർ ഒർഗോഷേനയാണ്. ഷാന്തിർ ഒർഗോഷേന എന്നാണ് ഈ ഒരു മൾട്ടിനാഷണൽ മിലിറ്ററി എക്സസൈസിൻ്റെ പേര്. അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നു 4 രാജ്യങ്ങളാണ് പങ്കെടുത്തത്. അത് ഒന്ന് ബംഗ്ലാദേശാണ് ഇത് ഹോസ്റ്റ് ചെയ്തത്, അതുപോലെ ഇന്ത്യയെ അവർ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യയെ കൂടാതെ അമേരിക്കയും ഫ്രാൻസുമാണ് ഈ ഒരു ഷാന്തിർ ഒർഗോസേന എന്ന് പറയുന്നൊരു മൾട്ടിനാഷണൽ മിലിറ്ററി എക്സസൈസിൽ പങ്കെടുത്തത്. ഓക്കെ,
അതുപോലെ ഈ 2021 എന്ന് പറയുന്ന വർഷം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻ്റെ 50ാമത്തെ ആനിവേഴ്സറി ആയിട്ട് ആഘോഷിക്കുന്ന വർഷമാണ് 2021 പറയുന്നത്. ഇനി നമ്മൾ ബംഗ്ലാദേശിൻ്റെ സ്വാതന്ത്ര്യത്തെ പറ്റി പറഞ്ഞു, അതിൻ്റെ ഗോൾഡൻ ജൂബിലിയാണ് ആഘോഷിക്കുന്നതെന്ന് പറഞ്ഞു. ഇനി ഏത് വർഷമാണ് ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം ലഭിച്ചതെന്ന് ചോദിച്ചാൽ 1971 പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശ് ഇൻഡിപെൻഡൻ്റ് ആകുന്നത്. ഓക്കെ, അപ്പോൾ 1970 ബംഗ്ലാദേശിൻ്റെ ഇൻഡിപെൻഡൻറ്റ് ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ 1971 ബംഗ്ലാദേശിൻ്റെ ഇൻഡിപെൻഡൻസ് ഇയർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. അടുത്ത വാർത്ത എന്ന് പറയുന്നത്, ഈയടുത്ത് ഏത് കേന്ദ്രഭരണ പ്രദേശത്താണ് ഒരു രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തപ്പെട്ടത്, അല്ലെങ്കിൽ പ്രസിഡൻസ് റൂള് ഏർപ്പെടുത്തപ്പെട്ടത്? അതായത് അവിടുത്തെ സർക്കാരിന് അവിശ്വാസ പ്രമേയം നഷ്ടപ്പെടുകയും അങ്ങനെ രാജിവെച്ച് അധികാരം ഒഴിയേണ്ടി വരികയും എന്ന സാഹചര്യത്തിൽ ഏത് കേന്ദ്രഭരണ പ്രദേശത്താണ് ഈ പ്രസിഡൻസ് റൂള് ഇമ്പോസ് ചെയ്തത് എന്ന് ചോദ്യം ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് പുതുച്ചേരിയിലാണ്. നമ്മളോട് വളരെ അടുത്ത് കിടക്കുന്നൊരു കേന്ദ്രഭരണ പ്രദേശമാണ് പുതുച്ചേരി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയാണ് വളരെ റീസെൻ്റ്ലി ഈ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തപ്പെട്ടത്. ഇനി ഇന്ത്യയിലെ ടോട്ടൽ യൂണിയൻ ടെറിട്ടറീസിൻ്റെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ 8 യൂണിയൻ ടെറിട്ടറീസാണ് ഇപ്പോൾ ഇന്ത്യയിലുള്ളത്. ഇനി അതിനെപ്പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട കറണ്ട് അഫയർ എന്ന് പറയുന്നത്, ന്യൂവസ്റ്റ് യൂണിയൻ ടെറിട്ടറീസ്, ഇന്ത്യയിലെ ഏറ്റവും ന്യൂവസ്റ്റ് ആയിട്ടുള്ള യൂണിയൻ ടെറിട്ടറീസ് എന്ന് പറയുന്നത് ലഡാക്കും ജമ്മു കാശ്മീരുമാണ്. 2019 ഒക്ടോബർ 31 ഈ ഒരു ഡിവിഷൻ നടന്നത്. ജമ്മു കാശ്മീരിനെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി മാറ്റി. അതിൽ ഒന്നാമത്തെ കേന്ദ്രഭരണ പ്രദേശം എന്ന് പറയുന്നത് ലഡാക്കാണ്, 2 എന്ന് പറയുന്നത് ജമ്മു കാശ്മീരാണ്. ഓക്കെ, അതുപോലെ വളരെ അടുത്ത് 2 കേന്ദ്രഭരണ പ്രദേശങ്ങളെ മെർജ് ചെയ്യുകയുണ്ടായി. 2 കേന്ദ്രഭരണ പ്രദേശങ്ങളെ മെർജ് ചെയ്ത് ഒരു സിംഗിൾ യൂണിയൻ ടെറിട്ടറി ആക്കി മാറ്റുകയുണ്ടായി. അത് ഏതൊക്കെയാണ് ആ 2 യൂണിയൻ ടെറിട്ടറികൾ എന്ന് ചോദിച്ചാൽ അത് ദാമൻ ആൻഡ് ദിയുവും അതുപോലെ ദാദ്ര ആൻഡ് നഗർ ഹവേലിയുമാണ് ഈ 2 യൂണിയൻ ടെറിട്ടറീസ് എന്ന് പറയുന്നത്. റീസെൻ്റ്ലി മെർജ് ആയ 2 യൂണിയൻ ടെറിട്ടറീസ് എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ യൂണിയൻ ടെറിട്ടറി ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ യൂണിയൻ ടെറിട്ടറി എന്ന് പറയുന്നത് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് ആണ്. ഇനി ഇന്ത്യയിലെ ഏറ്റവും ചെറിയ യൂണിയൻ ടെറിട്ടറി ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ലക്ഷദ്വീപാണ്. അതുപോലെ ലാർജസ്റ്റ് യൂണിയൻ ടെറിട്ടറി ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് ആണ്. അതുപോലെ നമ്മുടെ ഭരണഘടന രൂപം കൊണ്ട സമയത്ത് ഈ യൂണിയൻ ടെറിട്ടറി എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് നിലവിലുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഈ ഒരു കോൺസെപ്റ്റിനെ ഇന്ത്യൻ ഭരണഘടനയിലേക്ക് കൊണ്ടുവരുന്നത് 1956 കോൺസ്റ്റിറ്റ്യൂഷൻ 7th അമെൻമെൻറ്റ് ആക്ടിലൂടെയാണ് ഈ ഒരു കേന്ദ്രഭരണ പ്രദേശം അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മുടെ ഭരണഘടനയിലേക്ക് ഉൾപ്പെടുത്തുന്നത്. അതുപോലെ അടുത്ത ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഇന്ത്യയിലെ ആദ്യത്തെ AC റെയിൽവേ ടെർമിനൽ എവിടെയാണ് ഇനാഗുറേറ്റ് ചെയ്യപ്പെട്ടത്? അപ്പോൾ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂരിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ AC റെയിൽവേ ടെർമിനലാണ്. ഓക്കെ, അപ്പോൾ AC റെയിൽവേ ടെർമിനൽ ഇന്ത്യയിലെ ആദ്യത്തേതാണ്. അപ്പോൾ അത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത് എവിടെയാണ്? ബാംഗ്ലൂരിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത്. അടുത്ത ഒരു ന്യൂസ് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഒരു പുതിയ ഇനിഷ്യേറ്റീവിനെ പറ്റിയാണ്. അതായത് ടൂറിസം മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇനിഷ്യേറ്റീവിനെ പറ്റിയാണ്. അതായത് സെൻട്രൽ ടൂറിസം മിനിസ്ട്രി ഇന്ത്യയെ ഒരു മൈസ് ഡെസ്റ്റിനേഷൻ, ഓക്കെ, MICE. എന്താണ് ഈ മൈസ് എന്ന് പറയുന്നത്? മൈസ് എന്ന് പറഞ്ഞാൽ മീറ്റിംഗ്സ്, ഇൻസെൻറ്റീവ്സ്, കോൺഫറൻസസ് ആൻഡ് എക്സിബിഷൻസ്. അപ്പോൾ ഈ ഒരു മൈസ് ഡെസ്റ്റിനേഷൻ ആക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഗവൺമെൻറ് ഒരു പുതിയ ഇനിഷ്യേറ്റീവ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഇനിഷ്യേറ്റീവിൻ്റെ പേര് എന്താണെന്ന് ചോദിച്ചാൽ ആ ഇനിഷ്യേറ്റീവിൻ്റെ പേര് എന്ന് പറയുന്നത് മീറ്റ് ഇൻ ഇന്ത്യ എന്നാണ് ആ ഒരു ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്. എന്താണ് അതിൻ്റെ ഉദ്ദേശം? ഇന്ത്യയെ ഒരു മൈസ് ഡെസ്റ്റിനേഷൻ ആക്കാം. മൈസ് എന്ന് പറഞ്ഞാൽ മീറ്റിംഗ്സ്, ഇൻസെൻറ്റീവ്സ്, കോൺഫറൻസസ് ആൻഡ് എക്സിബിഷൻസ്. ഇതാണ് മൈസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അപ്പോൾ അങ്ങനെ ഒരു ഡെസ്റ്റിനേഷൻ ആക്കുക എന്നുള്ളതാണ് ടൂറിസം മിനിസ്ട്രിയുടെ, സെൻട്രൽ ടൂറിസം മിനിസ്ട്രിയുടെ എയിം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രോഗ്രാമിൻ്റെ പേരാണ് മീറ്റ് ഇൻ ഇന്ത്യ. ഓക്കെ, അതുപോലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രാവൽ ആൻഡ് ടൂറിസം കോമ്പറ്റേറ്റീവ്നെസ് ഇൻഡെക്സിൽ, അത് വിവിധ രാജ്യങ്ങളെ അവരുടെ ട്രാവൽ ആൻഡ് ടൂറിസം കോമ്പറ്റേറ്റീവ്നെസ്സിൻ്റെ ബേസിൽ റാങ്ക് ചെയ്യുന്ന ഒരു ഇൻഡെക്സിനെയാണ് നമ്മൾ ട്രാവൽ ആൻഡ് ടൂറിസം കോമ്പറ്റേറ്റീവ്നെസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ റാങ്കിങ് എന്ന് പറയുന്നത് 34 ആണ്. ഓക്കെ, ഇനി നമ്മുടെ സെൻട്രൽ ടൂറിസം മിനിസ്റ്റർ ആരാണ്? നമ്മുടെ സെൻട്രൽ ടൂറിസം മിനിസ്റ്റർ എന്ന് പറയുന്നത് G. കിഷൻ റെഡ്ഡിയാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ അല്ലെങ്കിൽ ടൂറിസ്റ്റുകൾ സന്ദർശിച്ച സംസ്ഥാനം എന്ന് പറയുന്നത് തമിഴ്നാടാണ്. തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വന്ന സംസ്ഥാനം എന്ന് പറയുന്നത്. അതുപോലെ ഇന്ത്യയിലെ ടോട്ടൽ നമ്പർ ഓഫ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകൾ, അപ്പോൾ നമ്മൾ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില സ്ഥലങ്ങളാണ് നമ്മൾ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകൾ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ രാജ്യത്തുള്ള വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്തുള്ള ടോട്ടൽ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് 38 ഇനി ആരാണ് ഈ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളെ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ പ്രഖ്യാപിക്കുന്നതെന്ന് ചോദിച്ചാൽ യുനെസ്കോ ആണ്.
അങ്ങനെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളെ പ്രഖ്യാപിക്കുന്നത്. അങ്ങനെ 38 വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളാണ് കറൻ്റ്ലി നമ്മുടെ രാജ്യത്തുള്ളത്. അതിലെ ഏറ്റവും ലേറ്റസ്റ്റ് അഡീഷൻ എന്ന് പറയുന്നത് ജയ്പൂരാണ്. പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന ജയ്പൂരാണ് ഏറ്റവും ലേറ്റസ്റ്റ് അഡീഷൻ എന്ന് പറയുന്നത്. അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു റാങ്കിങ്ങിനെ പറ്റിയാണ്. അതായത് വേൾഡ് എക്കണോമിക് ഫോറം പുറത്തിറക്കിയ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് 2021. ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് 2021 ഇന്ത്യയുടെ റാങ്കിങ് എന്ന് പറയുന്നത് എത്രയാണ്? 140 ഇനി ഈ ഒരു റാങ്കിങ്ങിൽ ഏറ്റവും ടോപ്പ് വന്നിരിക്കുന്ന രാജ്യം എന്ന് പറയുന്നത് ഐസ്ലൻഡാണ്. അതുപോലെ ഏറ്റവും ലാസ്റ്റിൽ വന്നിരിക്കുന്ന രാജ്യം അല്ലെങ്കിൽ ഏറ്റവും ലോവസ്റ്റ് റാങ്കിങ് കിട്ടിയിരിക്കുന്ന രാജ്യം എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനാണ്. ഓക്കെ, അപ്പോൾ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് 2021 അത് ആ ഒരു ഇൻഡെക്സിൻ്റെ പേരെന്താണെന്ന് ഓർത്തിരിക്കുക. ഇനി ഈ ഇൻഡെക്സ് പുറത്തിറക്കുന്നത് ഏത് ഓർഗനൈസേഷനാണ്, ഏത് ഫേമസ് ഓർഗനൈസേഷനാണെന്ന് ഓർത്തിരിക്കുക. അത് വേൾഡ് എക്കണോമിക് ഫോറം ആണ്. ഓക്കെ, അതിൽ ഇന്ത്യയുടെ റാങ്കിങ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയുടെ റാങ്കിങ് എന്ന് പറയുന്നത് 140. ഐസ്ലൻഡാണ് ഏറ്റവും ടോപ്പിൽ വന്നിരിക്കുന്നത്. അതുപോലെ ലോവസ്റ്റ് റാങ്കിങ് എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനാണ്. ഓക്കെ, അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ ഫാം ബേസ്ഡ് ആയിട്ടുള്ള സോളാർ പവർ പ്ലാന്റ് എവിടെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അത് രാജസ്ഥാനിലാണ് സ്ഥാപിക്കപ്പെടാൻ വേണ്ടി പോകുന്നത്. സോളാർ ബേസ്ഡ് ആയിട്ടുള്ള പവർ പ്ലാന്റ് ആണ്. ഓക്കെ, അതുപോലെ ഈ ഒരു ഇന്ത്യയുടെ ടോട്ടൽ സോളാർ പവർ കപ്പാസിറ്റി എന്ന് പറയുന്നത് 39,083 മെഗാവാട്ടാണ്. ഓക്കെ, ടോട്ടൽ ഇൻസ്റ്റാൾഡ് സോളാർ പവർ കപ്പാസിറ്റി എന്ന് പറയുന്നത് 39,083 മെഗാവാട്ടാണ്. ഓക്കെ, ഇനി നമ്മൾ അറിയേണ്ടത് ഏഷ്യയിലെ ലാർജസ്റ്റ് ആയിട്ടുള്ള സോളാർ പവർ പ്രോജക്റ്റ് എവിടെയാണെന്നുള്ളതാണ്. ഏഷ്യയിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള സോളാർ പവർ പ്രോജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലാണ്, മധ്യപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ പേരെന്ന് പറയുന്നത് റേവ സോളാർ പ്രോജക്റ്റ് എന്നാണ്. റേവ സോളാർ പ്രോജക്റ്റ് അത് സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ്. ഓക്കെ, ഏഷ്യയിലെ ലാർജസ്റ്റ് സോളാർ പവർ പ്രോജക്റ്റ് ഇൻ ഏഷ്യ. ഓക്കെ, അതിൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് 750 മെഗാവാട്ടാണ്. അതുപോലെ ടോപ്പ് പ്രൊഡ്യൂസർ ഓഫ് സോളാർ എനർജി ഇൻ ദ വേൾഡ്, ലോകത്തിലെ ഏറ്റവും കൂടുതൽ സോളാർ എനർജി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? അത് ചൈനയാണ്, ഫോളോഡ് ബൈ USA ആൻഡ് ഇന്ത്യ. ഓക്കെ, USAയും ഇന്ത്യയാണ് യഥാക്രമം 2-3 സ്ഥാനങ്ങളിൽ നിൽക്കുന്നത്. ഓക്കെ, അടുത്ത കറണ്ട് അഫെയർ എന്ന് പറയുന്നത് രാജ്യസഭ റീസെൻ്റ്ലി പാസ്സാക്കിയ ഒരു ബില്ലിനെ പറ്റിയുള്ളതാണ്. ഓക്കെ, എന്താണ് ആ ബില്ലെന്ന് ചോദിച്ചാൽ ഇൻഷുറൻസ് സെക്ടറിലുള്ള ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ FDI, ഈ FDI ലിമിറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിനുള്ള ഒരു ബില്ലായിരുന്നു രാജ്യസഭ റീസെൻ്റ്ലി പാസ്സാക്കിയത്. അപ്പോൾ അവിടുത്തെ ചോദ്യം എന്ന് പറയുന്നത് ഈ FDI ലിമിറ്റ് 49% കറൻ്റ്ലി ആ ലിമിറ്റ് എന്ന് പറയുന്നത്. ആ ലിമിറ്റ് എത്രയിലേക്കാണ് ഇൻക്രീസ് ചെയ്തത്, എത്ര പെർസെൻറ്റേജ് ആയിട്ടാണ് ഇൻക്രീസ് ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് 74% ആണ്. അപ്പോൾ നേരത്തെ നമ്മുടെ ഇൻഷുറൻസ് സെക്ടറിൽ മാക്സിമം അലൗഡ് ആയിട്ടുണ്ടായിരുന്ന FDI ലിമിറ്റ് എന്ന് പറയുന്നത് 49% ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ അത് 74% ആക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ബില്ലാണ് രാജ്യസഭ റീസെൻ്റ്ലി പാസ്സാക്കിയിരിക്കുന്നത്. ഇനി നമുക്കിവിടെ അറിയേണ്ടത് എന്താണ് ഒരു ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ FDI എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന ഏതെങ്കിലും ബിസിനസ്സിലോ സ്ഥാപനങ്ങളിലോ ഏതെങ്കിലും പുറത്തു രാജ്യത്തു നിന്നുള്ള ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിനോ പണം ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അങ്ങനെ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നത് വഴി ആ ഒരു സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റോ അല്ലെങ്കിൽ അതോറിറ്റിയോ ഒക്കെ ഈ പുറത്തെ രാജ്യത്തെ ആളുകൾക്ക് അക്വയർ ചെയ്യാനും പറ്റും. അപ്പോൾ അങ്ങനെ നടത്തുന്ന നിക്ഷേപങ്ങളെയാണ് നമ്മൾ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ വരുമാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ എക്കണോമിക് സ്റ്റെബിലിറ്റിയുടെ ഏറ്റവും വലിയൊരു ഭാഗമാണ് ഈ FDI എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻഷുറൻസ് സെക്ടറിലുണ്ടായിരുന്ന 49% എന്ന് പറയുന്ന ലിമിറ്റ് 74 ആക്കി എന്നുള്ളതാണ് ഈ ഒരു കറണ്ട് അഫെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 74% എന്ന് പറയുന്ന ഈ ഒരു ഫിഗറിനെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇനി ഏത് സെക്ടറാണെന്നും കൂടി ഓർത്ത് വെച്ചിരിക്കുക, ഇൻഷുറൻസ് സെക്ടറാണ്. ഓക്കെ, അതുപോലെ തന്നെ 2020-21 ആ ഒരു പീരീഡിൽ, ആ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള ടോട്ടൽ FDI ഇൻഫ്ലോ എന്ന് പറയുന്നത് $81.72 ബില്യൺ FDI ഇൻഫ്ലോ ആണ്. ഓക്കെ, അതുപോലെ ഏറ്റവും ടോപ്പ് റെസിപ്പിയൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഗുജറാത്താണ്. അപ്പോൾ ഈ ഒരു ടോട്ടൽ ഇൻഫ്ലോയുടെ 37% അക്വയർ ചെയ്തിരിക്കുന്നത് ഗുജറാത്ത് എന്ന് പറയുന്ന സംസ്ഥാനമാണ്. അതുപോലെ യുണൈറ്റഡ് നേഷൻസിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് 2020 5th ലാർജസ്റ്റ് റെസിപ്പിയൻ്റ് ആണ്, വേൾഡിലെ 5th ലാർജസ്റ്റ് റെസിപ്പിയൻ്റ് ആണ് ഇന്ത്യ എന്ന് പറയുന്നത്. എന്തിൻ്റെ റെസിപ്പിയൻ്റ് ആണ്? FDI ഇൻഫ്ലോസിൽ, അതായത് ലോകത്തിൽ മുഴുവൻ ഉണ്ടായിട്ടുള്ള FDI ഇൻഫ്ലോസിലെ 5th ലാർജസ്റ്റ് റെസിപ്പിയൻ കൺട്രിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്, ആസ് പെർ യുണൈറ്റഡ് നേഷൻസിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച്. ഓക്കെ, ഇനിയും ഇന്ത്യയിലേക്കുള്ള ഏറ്റവും FDI ഇൻഫ്ലോ ഏറ്റവും കൂടുതൽ ഏത് രാജ്യത്തു നിന്നാണ് വരുന്നത്, അല്ലെങ്കിൽ ആ ഒരു സോഴ്സ് കൺട്രി ഏതാണെന്ന് ചോദിച്ചാൽ അതിൽ കറൻ്റ്ലി ഇപ്പോൾ ഏറ്റവും ടോപ്പ് സോഴ്സ് എന്ന് പറയുന്നത് സിംഗപ്പൂരാണ്, ഫോളോഡ് ബൈ USA ആൻഡ് മൗറീഷ്യസ്.
അപ്പോൾ സിംഗപ്പൂർ, USA, മൗറീഷ്യസ്, ഈ 3 രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ FDI ഇൻഫ്ലോസ് ഉണ്ടാകുന്നത്. അങ്ങനെ നമ്മൾ ഈ ഒരു സെഷൻ്റെ അവസാനത്തെ ഒരു ചോദ്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ ചോദ്യം എന്ന് പറയുന്നത് ഹു ഇനാഗുറേറ്റഡ് ദ ആദി മഹോത്സവ് 2021? 2021 ആദി മഹോത്സവം എന്ന് പറയുന്ന മഹോത്സവം. ഇനി എന്താണ് ആദി മഹോത്സവം? അതൊരു ട്രൈബൽ ഫെസ്റ്റിവലാണ്. അപ്പോൾ ഈ ഒരു ട്രൈബൽ ഫെസ്റ്റിവലായ ആദി മഹോത്സവ് 2021 ആരാണ് ഇനാഗുറേറ്റ് ചെയ്തത്? അപ്പോൾ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് വെങ്കയ്യ നായിഡു. നമ്മുടെ ഉപരാഷ്ട്രപതി ആയിരിക്കുന്ന വെങ്കയ്യ നായിഡു ആണ് ഈ ഒരു ആദി മഹോത്സവ് 2021 ഇനാഗുറേറ്റ് ചെയ്തത്. ഇനി എവിടെയാണ് ഈ ഒരു ആദി മഹോത്സവം നടക്കുന്നത്? ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് ഇത് ആനുവലി കണ്ടക്ട് ചെയ്യുന്നത്. ആരാണ് ഈ ആദി മഹോത്സവം 2021 ഓർഗനൈസ് ചെയ്യുന്നത്? ട്രൈഫഡ് ആണ് ആനുവലി ഈ ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുന്നത്. ഇനി എന്താണ് ഈ ആദി മഹോത്സവം 2021 എന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ട്രൈബൽ ഫെസ്റ്റിവലാണ്. അപ്പോൾ അവരുടെ കൾച്ചർ, ട്രൈബൽ കൾച്ചർ, അവരുടെ ക്രാഫ്റ്റ്സ്, അവരുടെ കൊമേഴ്സ്, ഇതിനെയൊക്കെ ഷോക്കേസ് ചെയ്യുക, പിന്നെ ഇതിനെയൊക്കെ എൻഹാൻസ് ചെയ്യുക, ഇതിലേക്ക് കൂടുതൽ ആളുകളുടെ ശ്രദ്ധ കൊണ്ടുവരിക. അപ്പോൾ അങ്ങനെയുള്ള ലക്ഷ്യങ്ങൾ വെച്ചിട്ടാണ് ട്രൈഫഡ് ആനുവൽ ഈ ഒരു ആദി മഹോത്സവ് 2021 ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓർത്ത് വെക്കേണ്ടത് ആദി മഹോത്സവ് 2021 ആരാണ് ഇനാഗുറേറ്റ് ചെയ്യുന്നത് ഓർത്ത് വെക്കുക? വെങ്കയ്യ നായിഡു ആണ്. ഇനി ഏത് പ്ലേസിൽ വെച്ചിട്ടാണ് ഇത് നടന്നതെന്നും കൂടെ ഓർത്ത് വെച്ചിരിക്കുക. എക്സാം പെർസ്പെക്റ്റീവിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ടത് ഈ 3 കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷനിൽ പറയാനുള്ളത്. അപ്പോൾ ഇനി നിങ്ങളോട് പറയാനുള്ളത്, ഇതൊരു കണ്ടിന്യൂസ് സെഷനാണ്. അപ്പോൾ നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ വാച്ച് ചെയ്യുക. ഇത് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് മാത്രമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് നമ്മൾ PSC ബുള്ളറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ക്ലാസ് നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എക്സാം പെർസ്പെക്റ്റീവിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളെല്ലാം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സീരീസ് മുടങ്ങാതെ കാണുക. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ നന്നായിട്ട് നടത്തുക. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.